ഒരു സ്വിച്ചിന് പകരം കൈകൊണ്ട് തൊടുമ്പോൾ ഓണാകുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയാലോ? ദാ ഇതുപോലെ. ഇതൊരു സിമ്പിൾ ടച്ച് സ്വിച്ചാണ്. ഈ സ്വിച്ച് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ സർക്യൂട്ടിന് ആവശ്യമായ കമ്പോണന്റുകൾ എന്തെല്ലാമാണ്. രണ്ടാമതായി ടച്ച് സ്വിച്ചിന്റെ സർക്യൂട്ട് ഡയഗ്രം മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഒരു ബ്രെഡ് ബോർഡിൽ ഈ സർക്യൂട്ട് എങ്ങനെ അസംബിൾ ചെയ്യാം എന്ന് നോക്കാം. നാലാമതായി ഈ ടച്ച് സർക്യൂട്ടിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അവസാനമായി ടച്ച് സ്വിച്ചിന്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ നോക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഓക്കെ, നമുക്ക് ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 2N222 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. അടുത്തായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഒരു റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ 470 ഓംസിൻ്റെ റെസിസ്റ്ററാണ് ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മളൊരു റെഡ് LED ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ആ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, ആ ടച്ചിൻ്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2 വയർ സ്ലീവ് മാറ്റിയിട്ടുള്ള സാധാരണ വയറിൻ്റെ സ്ലീവ് മാറ്റിയെടുത്താണ്. ഇതുപോലെ 2 കണ്ടക്റ്റിംഗ് വയർ. പിന്നെ നമുക്ക് ഈ സർക്യൂട്ട് എല്ലാം അസംബിൾ ചെയ്യുന്നത് നമ്മളൊരു ബ്രെഡ് ബോർഡിലാണ്. അപ്പം അതിന് വേണ്ടുന്ന ഒരു ബ്രെഡ് ബോർഡ്, അതിന് വേണ്ടുന്ന കണക്റ്റിംഗ് വയേഴ്സ്. നമ്മളിതിന് പവർ ചെയ്യാൻ പോകുന്നത്, പവർ സപ്ലൈ കൊടുക്കുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ട്. അത് ഞാനൊരു കണക്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഒരു 9 വോൾട്ട് ബാറ്ററി. ഇത്രയാണ് നമ്മൾ ഈ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രം ഇരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം, ഇതാണ് ഈ ഒരു ടച്ച് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഇരിക്കുക. ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. ഈ ആരോ പുറത്തേക്കാണ്. അപ്പോൾ ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മളൊരു LED ഉപയോഗിച്ചിട്ടുണ്ട്. LEDക്ക് മുകളിലായിട്ടൊരു റെസിസ്റ്റർ 470 ഓം റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പവർ ചെയ്യുന്നത് 9 വോൾട്ട്. നമ്മുടെ ടച്ച് പോയിൻറ്റ്സ്, നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന 2 ടച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ ഓവറോൾ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മളൊരു റെസിസ്റ്റൻസ് LEDയുടെ ആനോഡിൽ കണക്ട് ചെയ്ത് LEDയുടെ കാഥോഡ് വഴി ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ ഡയറക്റ്റായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് ഒരു വയറും നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് വരുന്ന ഒരു കണക്ഷനും കൂടെയാണ് ടച്ച് പോയിൻറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ 2 പോയിൻറ്റ് തമ്മിൽ നമ്മളൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ LED പ്രകാശിക്കേണ്ടത്. ശരിക്കും നമ്മുടെ കൈ ഒരു റെസിസ്റ്ററായിട്ടാണ് ഇവിടെ ആക്കിയത്. ഇടയ്ക്ക് ഒരു റെസിസ്റ്റർ എങ്ങനെ ഫിറ്റ് ചെയ്താൽ എന്തായിരിക്കും എഫക്റ്റ്, അതേ രീതിക്കാണ് നമ്മൾ കൈ വയ്ക്കുമ്പോഴും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റെസിസ്റ്റർ കത്തുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് അവസാനം നോക്കാം. നമുക്കിനി ഇതൊന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ അസംബിൾ ചെയ്യാനായിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രം വേണം. നമ്മളിപ്പോൾ ഈ ബ്രെഡ് ബോർഡിലാണ് ഇത് അസംബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ട്രാൻസിസ്റ്ററിനെ പ്ലേസ് ചെയ്യാം. ഇതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ പിന്ന് കൂടെ നോക്കണം. നമ്മൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്ന് ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് ഏറ്റവും ഇടതുവശത്ത്, അതായത് പരന്ന ഭാഗം മുകളിലേക്ക് വരണം. അപ്പം ഏറ്റവും ഇടതുവശത്ത് എമിറ്റർ, നടുക്ക് ബേസ്, അപ്പുറത്തായിട്ട് കളക്ടർ. ഇങ്ങനെയാണ് ഇരിക്കുക. എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ള രീതിക്കാണ് ഇരിക്കുക. അപ്പം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഞാനിതിപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഇതാണ്. അതിങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ ബ്രെഡ് ബോർഡിൽ ഉറപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ഈ സർക്യൂട്ടിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ഇവിടെ നിന്നാണ് മുന്നോട്ട്. കളക്ടറിൻ്റെ ഒരു പോയിൻ്റ് ചെയ്യുന്ന LEDയുടെ ആനോഡ് വരണം. നമുക്ക് LED എടുക്കാം. LED ഇതിൽ ആനോഡ് കാഥോഡ് നിൽക്കുമ്പോൾ അറിയാൻ തോന്നുന്നു. നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നതാണ് കാഥോഡ്. അത് മിക്കവാറും നീളം കുറഞ്ഞ പിന്നായിരിക്കും, അല്ലെങ്കിൽ LEDയുടെ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ വെട്ട് കാണും. അപ്പം ആ വെട്ട് നോക്കിയിട്ടും നമുക്കത് തീരുമാനിക്കാം, അതല്ല നീളം നോക്കിയിട്ടും തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് കൊടുക്കേണ്ട ടെർമിനൽ അവിടെ, അതാണ് ഈ C ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് കളക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കളക്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കളക്ടർ പിന്നിൽ, ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്ന്, അതേ പിന്നിൽ നമ്മൾ LED ലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ LED അടുത്ത പിന്നല്ലേ, ആനോഡ് പിന്നിൽ ഒരു റെസിസ്റ്റർ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഇതാണ് റെസിസ്റ്റർ. നമ്മളെടുത്തു.
പവർ സപ്ലൈ നമ്മൾ മുകളിൽ കാണുന്ന ലൈനിലാണ് കൊടുക്കുന്നത് കേട്ടോ, ഈ ഒരു പോയിന്റിലാണ് കൊടുക്കുക. അപ്പം ഈ കാണുന്ന ഫുൾ ലൈൻസിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആയിരിക്കും കൊടുക്കുക. ബ്രെഡ് ബോർഡിൽ ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അപ്പം ബ്രെഡ് ബോർഡിലെ കണക്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർക്കായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു 470 ഓം റെസിസ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡയോഡിൻ്റെ ആനോഡിലേക്ക് കണക്ട് ചെയ്തു. കാഥോഡ് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്കും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സർക്യൂട്ട് നമ്മൾ ചെയ്തു. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്നത് എമിറ്റർ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കാനാണ്. എമിറ്ററിനെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കാനാണ് ഞാനൊരു ജസ്റ്റ് ഹുക്കപ്പ് വയർ യൂസ് ചെയ്യാണ്. ഇങ്ങ് അറ്റത്ത് വരുന്ന ഈ അങ്ങറ്റത്ത് വരുന്നതാണ് എമിറ്റർ, ഏറ്റവും അറ്റത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഒരു കണക്ഷൻ എടുത്തു. ഞാൻ താഴത്തൊരു പിന്നി കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇത് എൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. അവിടെ ഞാൻ കണക്ട് ചെയ്തു. അപ്പം ഞാൻ ഈ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ട എനിക്ക് ഈ 2 ടച്ച് പോയിൻറ്റ്സ് വേണം. അപ്പോൾ ടച്ച് പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ 2 കണ്ടക്ടീവ് വയർസ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ വയറിനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ, ഇത് എവിടെ വേണം വയ്ക്കാം. നമുക്ക് 2 തമ്മിൽ ഷോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 ഒരേപോലെ വെച്ച് കളയരുത്. ഇതടക്കൊരു ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ കണക്ഷൻ ആവും. ഒരേപോലെ കണക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, 2 കണക്ഷനാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ വെച്ച് അപ്പോൾ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ വെച്ച് നമുക്ക് 2 കൂടെ ഷോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് ഞാനൊരു ജമ്പർ വയർ യൂസ് ചെയ്യാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് പോയിന്റിൽ നിന്നും ഞാനിങ്ങനെ കണക്ഷൻ എടുക്കുന്നു. അത് ഈ വയർ കേട്ടോ, നമ്മുടെ താഴത്തെ ഈ കൊടുത്തിരിക്കുന്ന വയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് മതി കൊടുക്കാൻ. അതുപോലെ മറ്റൊരു ജമ്പർ വയർ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ മറ്റൊരു ജമ്പർ വയർ ഉപയോഗിച്ച് അതും കണക്ട് ചെയ്തു കൊടുത്തു. സോ ഏകദേശം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ്. ഇനി വേണ്ടത് ഈ ബാറ്ററി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററിയിൽ പോസിറ്റീവ് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, നെഗറ്റീവ് ഇവിടെയുമാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തു. നെഗറ്റീവ് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തു. കണ്ടോ, ഞാൻ കൈ വയ്ക്കുമ്പോൾ LED പ്രകാശിക്കുന്നുണ്ട്. കൈ എടുക്കുമ്പോൾ ഇല്ല, കണ്ടോ, ലൈറ്റ് അണഞ്ഞിരിക്കുകയാണ്. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ ലൈറ്റ് പ്രകാശിക്കും. എത്ര നേരം തൊട്ടിരുന്നാലും അത്രയും നേരം ലൈറ്റ് പ്രകാശിക്കും. കൈ എടുക്കുമ്പോൾ ലൈറ്റ് അണയും. സോ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ട് നമ്മൾ നിർമ്മിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റിയത്? അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നോക്കുമ്പോൾ ഈ സർക്യൂട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഇവിടെ ഒരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുക. ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LED കത്തണമെങ്കിൽ ഇവിടെ നിന്നുള്ള കണ്ടീഷൻ എന്താണ്? LED കത്തണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഇതുവഴി ഇങ്ങനെ ഒഴുകി, ഈ വരുന്ന കറണ്ട് ഇതുവഴി ഈ റെസിസ്റ്ററിലൂടെ കയറി ഈ LEDയിലൂടെ കയറി ഈ ട്രാൻസിസ്റ്റർ ത്രൂ വന്ന് തിരിച്ച് വീണ്ടും ബാറ്ററിയിലേക്ക്. അപ്പോൾ ഈ ഒരു പാത്ത് നമുക്ക് ഫുള്ളാക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ LED പ്രകാശിക്കുള്ളൂ. അപ്പോൾ LEDക്ക് ഇപ്പോൾ തടസ്സം എന്താണ്? ഈ ട്രാൻസിസ്റ്റർ കടത്തിവിടുന്നില്ല, കറണ്ടിനെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് തടസ്സം. അപ്പോൾ ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു ചെറിയ കറണ്ട് കൊടുക്കും. ഈ റെസിസ്റ്റൻസിൻ്റെ പടം കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിരലുകളാണ്. ഞാനിവിടെ കൈ വെച്ചില്ലേ വിരലുകൾ, ഈ വിരലിലാണ് എന്ത് ചെയ്യുന്നത്? ഈ റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ പടം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തത്. അതായത് ശരിക്കും നമ്മുടെ കൈ അവിടെ ആക്ട് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തൊടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഈ ലൈറ്റ് കത്തുന്നത്. അപ്പം ഈ കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിനകത്തുനിന്ന് കറണ്ട് ഇങ്ങനെ വന്ന് ഈ ബേസിലേക്ക് പോകുന്നതുകൊണ്ടാണ്
നമുക്ക് എന്ത് കിട്ടുന്ന ബേസ് കറണ്ട് വരുന്നതുകൊണ്ടാണ് ഈ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് ഇതുവഴി ഇങ്ങനെ കറണ്ട് ഒഴുകാനായിട്ട് ഈ ട്രാൻസിസ്റ്റർ സഹായിക്കും. ഈ ബേസ് വോൾട്ടേജ് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് ശരിക്കും വർക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. ട്രാൻസിസ്റ്ററിനെ നമ്മളൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ റെസിസ്റ്ററിൻ്റെ LED സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ബസറോ, അലാറം അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബസറൊക്കെ കണക്ട് ചെയ്യാം. അതല്ല നമ്മളവിടെ ഒരു റിലേ ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 12 വോൾട്ട് റിലേ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 230 വോൾട്ടിന് നമ്മുടെ ലൈൻ വോൾട്ടേജിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ചാണ് എന്നുള്ള രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇത്. ഓക്കെ, ഫൈനലായിട്ട് നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ബോർഡിലല്ലേ ചെയ്തേ, നിങ്ങളൊരു ബോക്സിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നമ്മൾ ആരും എടുത്തുകൊണ്ട് പോകാൻ പാടില്ലാത്ത ഒരു സാധനം ചെയ്തു വെക്കുകയാണ്. ആരെങ്കിലും അതിൽ വന്ന് തൊടുകയാണെങ്കിൽ അപ്പോൾ അലാറം അടിക്കണം. അപ്പം അങ്ങനെ ഒരു ബഗ്ലർ അലാറം അല്ലേ, ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും വന്ന് ആ ഒരു പോയിന്റിൽ തൊടുകയാണെങ്കിൽ ലൈറ്റ് കത്തണം. ആ ലൈറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈറ്റ് തന്നെ വേണമെന്നില്ല, അവിടെ ഒരു അലാറം ഫിറ്റ് ചെയ്യാം, അല്ലെ ഒരു ബസർ ഫിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം, ആരെങ്കിലും വന്ന് തൊടുകയാണെന്നുണ്ടെങ്കിൽ അത് അലാറം അടിക്കും. അപ്പം നമ്മുടെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നമ്മളിതുപോലെ ലൈവ് വയറുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇതുപോലെ ആരെങ്കിലും വന്നിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ആദ്യം വന്ന് പിടിക്കുമ്പോഴത്തേക്കും ഇത് അലാറം അടിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സെക്യൂരിറ്റി അലാറമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുഞ്ഞൻ സർക്യൂട്ട് ഉപയോഗിക്കാം അല്ലേ. ഭയങ്കര എഫിഷ്യൻസി ഒന്നും പ്രതീക്ഷിക്കരുത്, ഒരുപാട് ഫോൾട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനൊരു ചെറിയൊരു സിമ്പിൾ സർക്യൂട്ട് നമ്മൾ ഇതുപോലൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പങ്ങളായിരിക്കും ഉണ്ടാകാൻ ചാൻസ്, അത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് പോകാം കേട്ടോ. ഏറ്റവും എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയാസ് എന്ന് നോക്കട്ടെ. ഈ ഒരു അല്ലെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇങ്ങനൊരു സിമ്പിൾ ടച്ച് സ്വിച്ച് വെച്ചിട്ട്. ഇനി ഇതിൽ എന്തൊക്കെ കോമൺ പ്രശ്നങ്ങൾ വരാം അതും നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ഇതിലെ കോമൺ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും ഈ പറയുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുമോ അല്ലെങ്കിൽ കൂടുമോ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താലൊന്നും ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ സർക്യൂട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തർ ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ഓരോന്നായിട്ട് റെക്ടിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഈ LED കൊടുത്തപ്പോൾ ഞാൻ തിരിച്ചാണ് കൊടുത്തിരുന്നത്. അതിനോടെങ്കിൽ അതോടും തിരിച്ച് വെച്ചിട്ട് അപ്പം LED വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പിന്നെയും നോക്കി വന്നപ്പോഴാണ് ശരി LED കൊടുത്തിട്ടില്ല. പിന്നെയും നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ സംഭവം നോക്കുമ്പോൾ ഞാൻ ഈ കണക്ഷൻ, അതായത് ഇവിടെ ഞാൻ പവർ കൊടുക്കേണ്ട കണക്ഷൻ മാറ്റി താഴത്തെ പിന്നിലായിരുന്നു കൊടുത്തിരുന്നത്, മുകളിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം പിന്നെയാണ് കണ്ടത്. പിന്നെ ഞാനത് റെക്ടിഫൈ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ സർക്യൂട്ട് ശരിയാക്കി എടുത്ത് ഫൈനൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളും ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ആദ്യമേ ചെയ്തെടുക്കുന്നൊരു സർക്യൂട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. മറ്റൊരാളുടെ അടുത്ത് കാണിച്ചിട്ട് നോക്കി എന്തൊക്കെ കുഴപ്പമുണ്ടെന്നുള്ളത് അവസാന ഘട്ടമാണ്. തുടക്കത്തിൽ തന്നെ അങ്ങനെ ചെയ്യാതെ സ്വയം അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചെറിയ സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വലിയ സർക്യൂട്ടുകൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു ടച്ച് സ്വിച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ സർക്യൂട്ടുകൾ ഇനി വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.